തേങ്ങാ ചട്നികൾ പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അതിൽ ഒരു വെറൈറ്റിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത്. ആദ്യം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 4-5 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വേണം എടുക്കാനായിട്ട്, എന്നാലാണ് കറക്റ്റായിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് അരച്ചെടുക്കരുത് കേട്ടോ, അതുപോലെ വേണം ചട്നിക്കൊക്കെ ഉണ്ടാവാനായിട്ട്. ഇത് വേണമെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള ചട്നി ആയിട്ട് ഉപയോഗിക്കാം, അധികം വെള്ളം ഒഴിക്കാതെ. അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ചട്നി ആക്കിയിട്ടും എടുക്കാം. കൊടുത്തു. ഇനി നമുക്കൊന്ന് കടുക് വറുത്തിടണം. അതിനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ നമുക്ക് താളിപ്പ് റെഡിയായി. അതിന് ശേഷം ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം ആരും കായപ്പൊടി ഇട്ട് കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഡ്ഡലി ദോശയ്ക്കൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ ഈ ചട്നി.